ടെമ്പറേച്ചറും ഞാൻ ഇങ്ങനെ വേർക്കുന്നുണ്ട്, എനിക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അന്തരീക്ഷത്തിൽ ഒരു 30-32 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ട് വന്നു തുടങ്ങും, നമ്മൾ വേർക്കാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് 37 ഡിഗ്രി ക്യാരി ചെയ്യുന്ന നമ്മുടെ ബോഡിക്ക് അന്തരീക്ഷത്തിൽ 30-32 ഡിഗ്രി ആകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയും ഒരു എൻജിൻ പോലെ പ്രവർത്തിക്കും. മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയും എപ്പോഴും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ എപ്പോഴും നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹീറ്റ് പ്രോപ്പറായിട്ട് പുറന്തള്ളപ്പെട്ടാൽ മാത്രമാണ് നമ്മുടെ ബോഡിയിൽ ഈ 37 ഡിഗ്രി നിലനിർത്താൻ പറ്റുള്ളൂ. പക്ഷേ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന് പുറത്തേക്ക് പോകാൻ കുറച്ച് സ്ട്രഗിൾ അനുഭവപ്പെടും. അത് കാരണമാണ് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നതും വേർക്കുന്നതുമൊക്കെ. നമുക്ക് കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പഠിക്കാനുള്ള ഡിഫ്യൂഷൻ പോലെ സാന്ദ്രത കൂടിയ സ്ഥലത്ത് നിന്ന് സാന്ദ്രത കുറഞ്ഞ സ്ഥലത്തേക്കാണ് ചലിക്കുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് സാന്ദ്രത കൂടിയ സ്ഥലത്ത് നിന്ന് സാന്ദ്രത കുറഞ്ഞ സ്ഥലത്തേക്ക് ചലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് നമുക്കും ചൂട് അനുഭവപ്പെടുന്നതും വേർക്കുന്നതൊക്കെ. നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വേർക്കുന്നത്. വേർക്കുമ്പോൾ നമ്മുടെ ഔട്ടർ മോസ്റ്റ് സ്കിൻ കൂളാവും. അതുവഴി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് പുറന്തള്ളപ്പെടും. ഇവിടെ നമ്മുടെ വേർപ്പ് ഒരു കൂളൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതുപോലത്തെ കണ്ടന്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ കെലസ്റ്റ അവയർനെസ് ഫോളോ ചെയ്തോ.